നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ ഒരു ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 5 മരണം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരുന്നു. ഇപ്പോഴിതാ മരിച്ചത് 6 മരണം ഉണ്ടാകുന്നു എന്ന് പറയുകയാണ്. മരിച്ച 6 പേരും തൊഴിലാളികളാണെന്നാണ് വിവരം. തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് തീപിടുത്തം ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. കുവൈറ്റ് സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള റിംഗ പ്രദേശത്തെ ഫ്ളാറ്റിലാണ് തീപിടുത്തം നടന്നത് എന്ന് ഫയർ ബ്രിഗേഡ് വക്താവ് ജനറൽ മുഹമ്മദ് അൽ ഖാരിബ് അറിയിച്ചു. മരണസംഖ്യ ഉയരാനിടയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2 അപ്പാർട്ട്മെന്റുകളിലായി തീപിടുത്തം നടന്നത് ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 3 പേർ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടുകയും ചെയ്തിരുന്നു. ഇവരുടെ മൂവരുടെയും ചിന്നിച്ചിതറിയ മൃതദേഹം ഫ്ളാറ്റിന് താഴെ നിന്ന് ലഭിച്ചിരുന്നു. ബാക്കി 2 മരണങ്ങൾ തീപിടുത്തത്തിൽ പൊള്ളലേറ്റവയാണ്. ഇവർ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് എന്നാണ് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരിച്ചവരിൽ അധികവും ആഫ്രിക്കൻ വംശജരാണെന്നാണ് പ്രാഥമിക വിവരം. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് ഇനിയും വ്യക്തമല്ല. തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6 ഉയർന്നതായും ചികിത്സയിൽ കഴിയുന്ന 5 പേരുടെ നില ഗുരുതരമാണെന്നും കുവൈറ്റ് ഫയർഫോഴ്സിലെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ ഖരീബ് വെളിപ്പെടുത്തി. സുരക്ഷയും സുരക്ഷാ ആവശ്യകതകളും ലംഘിച്ച ബാച്ചിലർ അക്കോമഡേഷനുകളുടെ സാന്നിധ്യമാണ് തീപിടുത്തത്തിന് കാരണമെന്ന് അൽ ഖരീബ് വിശദീകരിച്ചു. തീപിടുത്തത്തിന്റെ കാരണവും അനന്തരഫലങ്ങളും നിർണ്ണയിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷണം തുടങ്ങുകയാണ് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ 5 പേർ സുഡാനികളാണ്. ദുരിതത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും തീ നിയന്ത്രണ വിധേയമാകുന്നതിൽ സുരക്ഷാ സേനയുടെയും അഗ്നിശമന സേനയുടെയും ശ്രമങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ദൗർഭാഗ്യകരമായ സംഭവങ്ങളിൽ നിന്ന് താമസക്കാരെ തടയുന്നതിനും സംരക്ഷിക്കുന്നതിനും റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ സുരക്ഷയും സുരക്ഷാ ആവശ്യകതകളും പാലിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. ഗവർണറോടൊപ്പം ഫർവാനിയ സുരക്ഷാ ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് മുത്ലാഖ് അൽ മുതൈരി, അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ നയീഫ് അൽ ഹജ്റഫ്, അതുപോലെ തന്നെ ഫർവാനിയ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ അലി അൽ മുതൈരി എന്നിവരും ഉണ്ടായിരുന്നു.